സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. നാടക സിനിമ അഭിനേത്രിയായ അജിത നമ്പ്യാർ. ഭാരതം എന്ന് കേട്ടാൽ ഏതൊരു ഇന്ത്യക്കാരന്റെയും മനസ്സ് പുളകിതമാകുന്നത് പോലെ കോഴിക്കോട്ടുകാരി എന്ന് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വികാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കോഴിക്കോട് വിട്ട് വേറെ ഏതൊരു സ്ഥലത്ത് പോയാലും 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ മണ്ണിൽ കാല് ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സാഹിത്യനഗരം, സാംസ്കാരിക പ്രവർത്തകരുടെ പറുദീസ, ആതിഥേയ മര്യാദ ഏറെയുള്ള മനുഷ്യരുള്ള നഗരം, മതസൗഹാർദ്ദ നഗരം, ഇത്രയേറെ കഴിവുള്ള കലാകാരന്മാരും നല്ല മനസ്സുള്ള മനുഷ്യരുള്ള ഒരു നഗരമാണ് കോഴിക്കോട്. അങ്ങനെ ഒരു കോഴിക്കോട് നഗരത്തിൽ ജനിക്കാൻ കഴിയുക എന്ന് പറഞ്ഞിട്ട് തന്നെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കായിരുന്നു. കോഴിക്കോട് ജനിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ നാടകത്തിൽ ഇത്രയ്ക്കും എന്നെ വാർത്തെടുക്കാൻ സാധിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാടക പ്രവർത്തകരാവട്ടെ, നാടകത്തിലെ എന്റെ ഗുരുക്കന്മാരാകട്ടെ, എല്ലാവരും സ്നേഹത്തിന്റെ പര്യായങ്ങളാണ്. ആ സ്നേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോഴിക്കോട് ഒരുപാട് സാഹിത്യ നായകന്മാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരു നഗരമാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കോഴിക്കോട്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് സംസാരം കേൾക്കുമ്പോൾ ചോദിക്കും, നിങ്ങള് കോഴിക്കോട്ടുകാരിയാണല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചോദിച്ചത്? അതെ, റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം ചോദിച്ചാൽ അത് കാണിച്ചു കൊടുക്കാനും കൈ പിടിച്ച് റോഡ് കടത്തി കൊടുക്കാനും കോഴിക്കോട്ടുകാർ കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് വേറെ എവിടെയും പോയാൽ കിട്ടില്ല. മറ്റുള്ളവരുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ കോവിഡ് കാലത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എങ്ങനെയാണ് ടൗൺ ഹാൾ ഉറങ്ങുന്നത്? ടൗൺ ഹാളിലെ മൺമറഞ്ഞു പോയ കലാകാരന്മാരൊക്കെ വീർപ്പ് പൊട്ടുകയായിരിക്കില്ലേ? ഒരു പ്രോഗ്രാമും ഇല്ലാതെ അത്രയ്ക്ക് പ്രോഗ്രാമുകളെ കൊണ്ട് നിറഞ്ഞ് ഒരു ദിവസം പോലും ടൗൺ ഹാളിന് ഒഴിവുണ്ടാവില്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നു കോവിഡ് കാലത്തായിരിക്കും ടൗൺ ഹാൾ ഇത്രയും കാലം അടച്ചിട്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്കൊക്കെ വന്നിട്ടുള്ള ദിവസങ്ങളിൽ KSRTC വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഓട്ടോക്കാരൊക്കെ നമ്മളോട് കാണിക്കുന്ന സ്നേഹം മറ്റുള്ള ജില്ലകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോക്കാരൊക്കെ നമ്മളെ എവിടേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിച്ച് അവിടേക്കൊക്കെ കൊണ്ടുപോയിട്ട് കാശ് മേടിക്കും. പക്ഷേ നമ്മുടെ ഓട്ടോക്കാരൊക്കെ എന്തൊരു സ്നേഹമാണ്. എല്ലാവരും ഒരുപോലെ കാണുന്ന നഗരമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഒരു പുണ്യ നഗരമാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ആകാശവാണി ദേശീയ നാടക പരിപാടിയിൽ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കള്ള കടന്നുവരൂ. കള്ളം വരണം, കള്ളം വരണം, എന്റെ വീട്ടില് കള്ളം വരണം. ഇപ്പം മനസ്സ് നിറഞ്ഞോ? നിങ്ങക്ക് എന്തറിയാ? നിങ്ങക്ക് എന്ത് മനസ്സിലായി? അല്ല, നിനക്കെന്ത് മനസ്സിലായി? ഞാൻ അന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? ഇനി ഭഗവാന്റെ ഭജന പാടി അങ്ങ് നടന്നോ? ഇങ്ങക്കപ്പം ഭാര്യയെക്കാളും വലുത് കള്ളനായിരുന്നല്ലോ. ഇപ്പൊ തൃപ്തിയായില്ലേ? ലക്ഷങ്ങൾ കിട്ടുന്നല്ലേ വിചാരിച്ചത്? ഓ, ഇപ്പൊ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് നന്നായി അങ്ങോട്ട് വിചാരിച്ചോളി. അതേടി, ഞാൻ പറയുന്നത് ഇനിയും നിന്റെ കലിപ്പ് മാറിയിട്ടില്ല അല്ലേ? മര്യാദക്ക് വായടച്ചോ. വലിയ സാമർത്ഥ്യക്കാരിയാവല്ലേ? അതെ, ഞാൻ വലിയ സാമർത്ഥ്യക്കാരി തന്നെയാണ്. എനിക്ക് മനസ്സിലായി ആരാണ് സാമർത്ഥ്യം കാണിച്ചത്. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10